ഹലോ ഡിയേഴ്സ്, വെൽക്കം ബാക്ക്. അപ്പോൾ എന്നും സ്കൂളിലത്തേക്ക് ലഞ്ച് ബോക്സ് സെറ്റ് ചെയ്ത് എനിക്കൊരാഗ്രഹം, എനിക്കും ഒരു ലഞ്ച് ബോക്സ് സെറ്റ് ചെയ്ത് കഴിക്കണം എന്ന്. അങ്ങനെ ഇന്ന് നല്ല ചൂട് രസം ഉണ്ടായിരുന്നു കേട്ടോ. ഒത്തിരി വെറൈറ്റി ഒന്നും ഇല്ല കേട്ടോ. അപ്പോൾ പിന്നെ എനിക്ക് ഉള്ളത് കൊണ്ട് ഓണം അങ്ങനെ നല്ല ചൂട് രസമായിരുന്നു. അത് ഇവിടെ തമിഴ്നാട്ടിൽ രസം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും പരിപ്പും കാണും. അത് രസത്തിന് കോമ്പിനേഷൻ പരിപ്പാട്ടോ. അങ്ങനെ രസവും പിന്നെ പരിപ്പും പിന്നെ ഉരുളക്കിഴങ്ങ് നല്ല മൊരിയിച്ചെടുക്കാമെന്ന് വിചാരിച്ച് ഉരുളക്കിഴങ്ങ് ഉണ്ടായിരുന്നു കേട്ടോ. അപ്പം അത് പൊരിച്ചിങ്ങനെ മൊരിയിച്ചെടുക്കാമെന്ന് വിചാരിച്ചു. പക്ഷേ അത് അങ്ങ് കുഴഞ്ഞു പോകുന്ന സൈസുള്ള ഉരുളക്കിഴങ്ങായിപ്പോയി. പിന്നെ നല്ല ചമ്മന്തിയും പിന്നെ പൊതിച്ചോറോ ലഞ്ച് ബോക്സോ ഇതൊക്കെ സെറ്റ് ചെയ്യുമ്പോൾ അതിനെ ഫുൾഫിൽ ചെയ്യുന്ന ഒന്നാം മുട്ട പൊരിച്ചത്. അതില്ലാതെ എങ്ങനെ. അങ്ങനെ പിന്നെ മുട്ട പൊരിച്ചതും എനിക്ക് വായിൽ കൂടെ വെള്ളം വരുന്നു കേട്ടോ. പിന്നെ ഉരുളക്കിഴങ്ങ് അതും ഇത്രയും കുറച്ച് നേരം അടച്ച് വെച്ചിരുന്നിട്ട് ഒരു ഒരു 10 മിനിറ്റേ വെയിറ്റ് ചെയ്തോളൂ കേട്ടോ. ഒത്തിരി സമയമൊന്നും വെയിറ്റ് ചെയ്യാൻ എനിക്കങ്ങോട്ട് പറ്റുന്നില്ലായിരുന്നു. അങ്ങനെ പിന്നെ എല്ലാം കൂടെ അങ്ങോട്ട് കുഴച്ച് ആ രസവും പരിപ്പും പിന്നെ മുട്ടയിൽ നിന്ന് ഇച്ചിരി പിച്ചിയെടുത്ത് പിന്നെ ആ ഉരുളക്കിഴങ്ങും എല്ലാം കൂടെ ചേർന്ന് മൊത്തത്തിലൊന്ന് കഴിച്ചപ്പം പണ്ട് സ്കൂളിൽ കഴിച്ച ആ ഒരു ഓർമ്മ, പിള്ളേരുമായിട്ട് ഫ്രണ്ട്സും ഒക്കെ ആയിട്ട് ഇരുന്ന് കഴിച്ച ആ ഓർമ്മയായിരുന്നു കേട്ടോ. അപ്പം നമ്മൾ ഷെയർ ചെയ്ത് കഴിക്കുമല്ലോ സ്കൂളിൽ. ഇവിടെ ഷെയർ ചെയ്യാൻ ആരും ഇല്ല. പിന്നെ വൈകുന്നേരത്തേക്ക് ചായ. അപ്പം ചായക്ക് നല്ല മഴയുള്ള സമയമാണ്. അപ്പം ചൂടായിട്ട് എന്തെങ്കിലും വേണമെന്ന് വിചാരിച്ചപ്പം ഞാൻ വാഴയ്ക്ക വാങ്ങിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ബജ്ജി മാവും ഉണ്ടായിരുന്നു, കടലമാവും ഒക്കെ. അത് സെറ്റാക്കി ബജ്ജിയും പൊരിച്ചെടുത്ത് കേട്ടോ, വാഴയ്ക്ക ബജ്ജി. അങ്ങനെ വാഴയ്ക്ക ബജ്ജിയും ചൂട് ചായയും. വെളിയിൽ മഴയില്ലായിരുന്നു, നല്ല കാറ്റുണ്ടായിരുന്നു. അപ്പോൾ അങ്ങോട്ട് പോയിരുന്ന് ചുമ്മാ കാറ്റടിയും കൊണ്ട് അങ്ങനെ ഇരുന്ന് കുടിച്ചു. നല്ല ബജ്ജിയും നല്ല ചൂടോടെ ചായയും ചൂടോടെ കുടിക്കുമ്പം അതും എന്തോ ഒരു സുഖം. അങ്ങനെ പിന്നെ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്, സപ്പോർട്ട് ചെയ്യണം. ഞാൻ എല്ലാ വീഡിയോയിലും സബ്സ്ക്രൈബ് ചെയ്യൂ എന്ന് പറയുന്നുണ്ട്. പക്ഷെ ആരും സബ്സ്ക്രൈബ് ചെയ്യുന്നില്ല. എല്ലാവരും കാണുന്നുണ്ട്. പ്ലീസ് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ താങ്ക് യു.